ഞാനൊരു കാര്യം പറയാം, മര്യാദക്ക് ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചോ. ഇന്നെങ്കിൽ ഇന്ന് കേട്ടല്ലോ. എനിക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനും കൊണ്ട് ഒന്നെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോകും, അതല്ലെങ്കിൽ എന്റെ ബന്ധുക്കളുടെ വീട്ടിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റലെങ്കിലും പോയി കിടക്കും. ഇതിനും പേര് അതാ നല്ലത്. ഒരു കാര്യം പറയട്ടെ, ഇത്രയും നാൾ ഏത് വീട്ടിൽ താമസിച്ചിട്ടും കിട്ടാത്തൊരു ഉറക്കം എനിക്ക് ഇവിടെ കിട്ടി. എനിക്ക് ഈ വീട് കണ്ടിട്ട് ഒരു വീടൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. അയ്യോ, ഞാൻ നന്നായിട്ട് ഉറങ്ങി. എനിക്ക് ഒരു ത്രെഡ് കിട്ടിയിട്ടുണ്ട് ഒരു മൂവിക്കുള്ളത്. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് കിട്ടിയാ ഞാൻ പറഞ്ഞേ. നിന്നെ ഒരു ത്രെഡ് പറയണ്ട. നിന്നെ കണ്ട നാൾ മുതൽ നീ തുടങ്ങിയത് നിന്റെ ത്രെഡ് മണ്ണാൻ കെട്ടി. നീ എവിടുത്തെ സിനിമാട്ടോഗ്രാഫറാ? നീ ക്യാമറ കണ്ടിട്ടുണ്ടോ? നീ നോക്ക്, അറ്റ്ലീസ്റ്റ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് നീ കണ്ടിട്ടുണ്ടോ? പറ. നീ കാണാൻ കൊള്ളാന്ന് ഏതെങ്കിലും ഒരു നല്ല നടനെ കണ്ടിട്ടുണ്ടോ? നോക്ക്, ഒരു ക്യാമറ എങ്ങനെ ഇരിക്കും? ഫോണിന്റെ അല്ലാതെ ഒരു ഫോട്ടോ എടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഷൂട്ട് ചെയ്ത ക്യാമറ എങ്ങനെ ഇരിക്കും? അവിടെ കണ്ടറിയോ? ഞാൻ സിനിമാട്ടോഗ്രാഫർ അല്ല. നിങ്ങൾ കേൾക്കണോ സുഹൃത്തുക്കളെ? നമുക്ക് അവിടെ ചേച്ചി കൊച്ചു ഇവിടെ കാണാൻ തുടങ്ങിയിട്ട് 3 വർഷത്തിൽ കൂടുതലായി. ഈ കാണുന്ന ആൾക്കാരും കേൾക്കുന്ന ആൾക്കാരോട് എല്ലാം വിളി പറയുന്നത് സിനിമാട്ടോഗ്രാഫർ ആണ്. എന്നിട്ട് അതിന്റെ ഒരു കുന്തം ഞാൻ കണ്ടിട്ടില്ല. എടി നിനക്ക് ഞാനല്ല, അത് ഏതെങ്കിലും നല്ലൊരു മോഡലിനെ നിനക്ക് അറിയോ? പറ. അവിടെ സിനിമാട്ടോഗ്രാഫർ ഒന്നാറും ഞാൻ ഇവിടെ കളി തൊള്ളിയിരിക്കുവാ കേട്ടല്ലോ. മറങ്ങോട്ട് അതേ പോയി. അച്ഛൻ ശരീരം അനങ്ങിയാലേ വിയർക്കും. അതാണ് അച്ഛൻ പണിക്ക് പോകാത്തത്. മക്കൾ അമ്മേരോടെ മക്കള് പല്ല് വെച്ചില്ലേ? ഹലോ, ഗുഡ് മോർണിംഗ്. എങ്ങനെ ഉണ്ടായിരുന്നു വീട്ടിൽ ഉറക്കമൊക്കെ? ഞാൻ കുടിയന്മാരോട് സംസാരിക്കാറില്ല, അതുകൊണ്ട് എന്റെ അടുത്ത് സംസാരിക്കണ്ട. കുടിയനാ? ഞാൻ കുടിയനാ? അല്ല, ഞാൻ ചേട്ടാ കുറച്ചൊക്കെ മാനേഴ്സ് കാണിക്കാം കേട്ടോ. എന്റെ പെങ്ങളെ, എനിക്ക് അതൊക്കെ ഉണ്ട്. നിങ്ങൾക്കൊരു കുന്തോ ഇല്ല. ഉണ്ടായാലും നിങ്ങൾ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന സ്ഥിതിക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുമായിരുന്നോ? കാണിക്കുമായിരുന്നോ? ഞാൻ മാന്യനും ഡീസന്റുമാണ്. സംശയം ഉണ്ടെങ്കിൽ ജംഗ്ഷനിൽ ഞാൻ ചോദിച്ചു നോക്കും. നാട്ടുകാർ മൊത്തം ഡീസന്റ് രഘു എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. ആണല്ലേ? ആ ഡീസന്റ് ഞങ്ങൾ രാത്രി കണ്ടായിരുന്നു. ഡീസന്റ് മാമ, നിങ്ങളോ കുടിച്ച് നശിച്ച്. ഇനി ഈ കുഞ്ഞിന്റെ ഭാവം കൂടെ നിങ്ങൾ നശിപ്പിക്കരുത് കേട്ടോ. എന്റെ മോക്ക് ഞാൻ മദ്യം കൊടുക്കാറില്ല അല്ലേ മോളെ? തലയ്ക്ക് ലെവലില്ലാത്ത നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ആരൊക്കെ തലയ്ക്ക് സുഖമില്ലാത്തത്? മക്കള് വാ, മക്കള്. എനിക്ക് വായിക്ക മക്കളെ. ചേട്ടോയ്, ഹലോ. ഇന്നലെ നല്ല ഫോമിലായിരുന്നല്ലോ. ആര്? ചേട്ടൻ. വീണ്ടും വന്നേക്കുന്നു. ഏത് ബ്രാൻഡാ അടിച്ചേ? എന്റെ കൊച്ചെ, ജംഗ്ഷനിലുള്ള തല എറിഞ്ഞ കൂട്ടുകാരന്മാരുണ്ടാ, എന്ത് ചെയ്യാൻ പറ്റും? ഓ, അപ്പൊ ചേട്ടൻ കഴിക്കത്തില്ല അല്ലേ? ഞാൻ കഴിക്കത്തൊന്നുമില്ല. ഞാൻ വിചാരിച്ചൊന്ന് കൂടാന്ന് വിചാരിച്ചതാ. ഇനിയിപ്പൊ ഞാൻ വേറെ ആരെങ്കിലും സെറ്റ് ആയിക്കോളാം. എന്തിന്? അതിനല്ലേ ഞാൻ നിൽക്കുന്നത്. കുപ്പിയും സ്ഥലവും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റെഡിയാക്കി തരാം. അല്ല, ചേട്ടൻ കുറച്ചു മുമ്പല്ലേ കഴിക്കത്തില്ല എന്ന് പറഞ്ഞത്? അത് കഴിക്കാത്തവരുടെ മുമ്പിൽ, കഴിക്കുന്നവരുടെ മുമ്പിൽ കുപ്പി വിഴുങ്ങി രഘു എന്നാണ് അറിയപ്പെടുന്നത്. ആടാ? പിന്നെ കൊള്ളാലോ. അപ്പം ഒരു കുപ്പി മേടിച്ചാ എനിക്ക് കഴിക്കാൻ ഉണ്ടാവോ? ഫുള്ളടിച്ച് തീർക്കോ? എവിടെ നിന്ന്? മുക്കാ ഭാഗം ഞാൻ അടിക്കും. പകുതി നമുക്ക് കിട്ടും. നമുക്ക് പൊളിക്കാം. ഇവിടെ നിൽക്കായിരുന്നു. എനിക്ക് വേണ്ടളിയാ അളയന്റെ ഈ കളറുള്ള സാധനം അളയന്റെ മുമ്പ് വെച്ച് കുടിക്കായിരുന്നു. അയ്യോ, രാത്രി കുടിച്ചോടുന്ന പ്രശ്നം ഉണ്ടാക്കണതിന് ഒരു കുഴപ്പമില്ല അല്ലേ? രഘുവേ, കൂടുതൽ നന്മമാരെ കളിക്കല്ലേ മോളെ. ചാരുമോളോടെ അകത്തുണ്ടെങ്കിലേ. ഞാൻ ജംഗ്ഷൻ വരെ പോയിട്ട് വരാം. മറ്റേ അളയെന്തിനാളെ എല്ലാ കാര്യത്തിലും കയറി ഇടപെടണം? അളിയന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട്. അളയന്റെ സ്വഭാവം നല്ല സ്വഭാവം. അയ്യോ.